15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. ഇല്ല, ഞങ്ങളെല്ലാം സംസാരിച്ച വീണ വീണയാണെന്ന്. ഇല്ലല്ല, നിങ്ങൾ സംസാരിച്ചിട്ടേ ഞാൻ നിങ്ങളല്ലേ ആൻസർ ചെയ്യുന്നത്. അല്ല, ഞങ്ങളല്ല പറഞ്ഞത്, വീണയാണ് പറഞ്ഞത്. നിങ്ങൾ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ധർമ്മത്തിനാണ് പുണ്യം കിട്ടിയോണ്ട് ചേച്ചി. അപ്പൊ നിങ്ങളെ തന്നെ പറയുള്ളൂ. നിങ്ങളെയൊക്കെ നിങ്ങൾ ഇന്റർവ്യൂവിനിടയിൽ അടി കൂടി ഞങ്ങള് അത്തം തത്തോണം തത്തം തത്തോണം അതിനാണ് ഈ ബിൽഡപ്പ്. അല്ല, അങ്ങനല്ല. இதெல்லாம் ஜூஜுபி क्वेश्चन ஏதாவது வேற இருக்கா? രഞ്ജിനി ജോസ് അല്ലെങ്കിൽ ശ്വേത മോഹൻ, ഇവർ രണ്ടുപേരുടെ കൂടെ ഒരുമിച്ച് ഒരേ ദിവസം പാട്ട് പാടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ ചൂസ് ചെയ്യും? ഇവന്റ് ഓർഗനൈസേഴ്സിന്റെ അടുത്ത് എത്ര പൈസ ഉണ്ടോ അതുപോലെ ഇരിക്കും. വിജയ് യേശുദാസിന് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, സത്യമാണോ അല്ലയോ? സത്യമാണോ? റീസെന്റ് രഞ്ജിനെ കുറിച്ചും വിജയനെ കുറിച്ചും ഒരുപാട് വാർത്തകളുണ്ട്. നമ്മൾ ഈ ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് നമുക്ക് എത്ര വിഷമം ഉണ്ടാവുന്നു അവർക്ക് മനസ്സിലാവില്ല. ഇറ്റ് ഹേർട്സ് ദം. ചേട്ടൻ ആരുടെയും കൂടെ പാടിയപ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും സ്റ്റേജിൽ ഇരിക്കുന്ന കണ്ടിട്ടോ ഭയങ്കരമായിട്ട് വിറച്ച് പാടിയ പാട്ടുണ്ടോ? വീട്ടിലുള്ള ഒരാള് മതിയല്ലോ. ഞാൻ അച്ഛനൊരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ഓർക്കസ്ട്രയിലെ കീബോർഡ് പ്ലെയർ ആയിരുന്നു റഹ്മാൻ സാർ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് പ്രാക്ടീസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട്, എടാ നീ എന്നെ എടുത്തിട്ടൊക്കെ ഉണ്ട്. എടുത്ത കുട്ടിയാണെന്ന് അറിയില്ല, അമ്മ തള്ളിയതാവും. എന്നമ്മാ കണ്ണ് സൗഖ്യമാ, അമ്മമ്മ കണ്ണ് സൗഖ്യം താ, അട എന്നമ്മാ കണ്ണ് സൗഖ്യമാ, അട അമ്മമ്മ കണ്ണ് സൗഖ്യം താ. ഏ നന്നാനാനേ നന്നാനാനേ നന്നാനാനേനാ, ഏ നന്നനാനേ നന്നനാനേ നന്നനാനേനാ, ഏ നന്നനാനേ നന്നനാനേ നന്നനാനേനാ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഓണം ക്ലബ് എന്ന് പറയുന്ന ഒരു ആൽബം വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് വിജയ് യേശുദാസ്, രഞ്ജിനി ജോസ് ആൻഡ് രാകേഷ് ബ്രഹ്മാനന്ദൻ. വെൽക്കം ടു ദ ഷോ. ഹാപ്പി ഓണം. താങ്ക് യു. നമ്മളിങ്ങനെ ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതത് ഡ്രസ്സുകളിൽ ഒരു ആൽബം ഇറക്കണം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ മനസ്സിലൂടെ ഭയങ്കരമായി പോകാറുള്ള ഒരു കാര്യമാണോ? അങ്ങനെ ഭയങ്കരമായി പോകാറില്ല, ചെറുതായിട്ട്. അതെന്ത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അങ്ങനത്തെ ഒരു സംഭവം. ഓരോ സെലിബ്രേഷൻ അനുസരിച്ചുള്ള കോസ്റ്റ്യൂം, അതിനനുസരിച്ച് വീഡിയോ ഷൂട്ട്, ഫോട്ടോ ഷൂട്ട്, റീല്, മറ്റേ എല്ലാരും ഇപ്പൊ പ്രിപ്പയർഡ് ആണ് കരുതുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് ഒരു നല്ലൊരു ഓണപ്പാട്ട് സെറ്റ് ആയപ്പോഴത്തേക്കും 3 പേർക്ക് കൂടെയും ഒരുമിച്ച് വരാൻ ഒരു ഓണപ്പാട്ട് സെറ്റ് ആയപ്പോ അതിനനുസരിച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു ഓണപ്പാട്ടിനേക്കാൾ കൂടുതൽ ഒരു വൈബ് പാട്ടായിട്ട് ചേട്ടന് തോന്നിയോ? ഫ്രണ്ട്ഷിപ്പ് വൈബ് എപ്പോഴും കാണാറുണ്ട്. ഫൺ ടൈംസ് ഉണ്ട്, യാത്രകളുണ്ട്, തമാശകളുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ഓണം വന്നപ്പോ വൈ ഡോണ്ട് വി ഹാവ് എ സോങ്? ഇതിന്റെ തുടക്കത്തിൽ നിങ്ങളൊക്കെ കാണിക്കുന്ന ആ ഒരു രീതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളെയൊക്കെ സിനിമയിലേക്ക് വിളിച്ചാൽ പോകുമോ? രഞ്ജിനി ജോസ്, ഞാൻ ഓൾറെഡി ഞങ്ങളെല്ലാരും ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. 3 പേര്. അവൻ തമിഴ് സിനിമയിൽ ഇൻസ്പെക്ടറായിട്ടും ഇപ്പൊ ഒരു മിലിറ്ററി ഓഫീസറായിട്ടും അല്ലേ അഭിനയിക്കുന്നു. അവള് ഓൾറെഡി 2 സിനിമ ചെയ്തിട്ടുണ്ട്. 3 സിനിമ. ഞാൻ ഏകദേശം 4 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. മാരിക്ക് മുമ്പ് കുറെ നാൾ മുമ്പ് അവൻ ഒരു പടം ചെയ്തിരുന്നു. അതിന് മാരി ആണ് ഒരു പ്രോപ്പർ ഒരു ഫുൾ ഫ്ലെജ് റോള് ചെയ്തത്. അതിന് പടവീരൻ ചെയ്തു. അതും അത്രയും അറിയപ്പെട്ടില്ലെങ്കിലും നല്ല പടമായിരുന്നു. അതിനൊരു നല്ല ക്രിട്ടിക്കലി നല്ല അപ്രീഷിയേറ്റ് ചെയ്തൊരു പടമായിരുന്നു. പക്ഷേ ചേട്ടനെ ആരോടെങ്കിലും സിനിമയ്ക്ക് ഒരു ചാൻസ് ചോദിക്കാറുണ്ടോ? എന്റെ അടുത്ത് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് സിനിമ ഞാനോ ഇല്ല, ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. കുറെ പടങ്ങളൊന്നും ഇല്ലാത്ത അല്ല, ഇങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ. ആൻഡ് ഐ തിങ്ക് ഐ വിൽ സ്ലോലി ഗെറ്റ് ദാറ്റ്. ദാറ്റ്സ് ഓക്കെ. എന്ന് വെച്ചാൽ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഒരു ഗായകനായിട്ട് വന്നപ്പോഴും ആദ്യത്തെ ഒരു 8 വർഷം എടുത്തു ഒരു കോലക്കുഴലും വന്ന ഒരു കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ. എനിക്കൊരു ബ്രേക്ക് മലയാളത്തിൽ വരാൻ, ഒരു വലിയ ബ്രേക്ക് മലയാളത്തിൽ വരാൻ. ഓക്കെ, ചില ആൾക്കാർ ഒരു വേറെ ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ആരോ പറഞ്ഞു, നിങ്ങൾ
அந்த மாரிக்கு அப்புறம் நீங்கள் வந்து நிறைய ஆஃபர் உங்களுக்கெல்லாம் വന്നത് അത് വന്നു പക്ഷെ നിങ്ങൾ അത് അങ്ങോട്ട് തട്ടിക്കളഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന ഞാൻ പറഞ്ഞു അങ്ങനെ ഓഫർ എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ ഞാൻ തട്ടിക്കളഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ നമ്മളായിട്ട് പോയി അത് നമ്മളെ തേടി വരും എന്നുള്ള ഒരു ഓൾഡ് സ്കൂൾ തിങ്കിങ്ങിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് രഞ്ജിനിയുടെ ഒരു ബ്യൂട്ടി സീക്രട്ട് എന്താണ്? എൻ്റെ അമ്മ വളരെ സുന്ദരിയാണ്, അതുകൊണ്ട് മാത്രമേ എൻ്റെ ജെനറ്റിക്സ് മാത്രമല്ല, അല്ലാണ്ട് ടേക്ക് കെയറിങ്ങിലോ ഒരു ഫുൾ ടൈം ഫിറ്റ്നസ്സോ അങ്ങനെയൊന്നുമില്ല. പിന്നെ അധികം ഭക്ഷണം കഴിക്കുന്ന വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അതൊരു സ്വഭാവമാണ്. ചെറുതിലെ എവിടെയെങ്കിലും ഭക്ഷണമേ കഴിക്കില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അല്ലാണ്ട് എൻ്റെ പ്രത്യേകിച്ച് അതിൽ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. പിന്നെ വർക്ക് തുടങ്ങുമ്പോൾ നല്ല ഓട്ടം അല്ലേ, ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എക്സസൈസ് ഓൺ ഇറ്റ് സെൽഫ്. രാകേഷിന്റെ പേര് ആദ്യം കേട്ടപ്പോഴത്തേക്ക് രാകേഷ് ബ്രഹ്മാനന്ദൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ദൈവമേ ഇനി വല്ല സന്യാസത്തിലുള്ള ചേട്ടനായിരിക്കുമെന്ന്. സത്യമായിട്ട് ഞാനൊന്നും മോശമായിട്ട് പറഞ്ഞല്ല. ഇങ്ങനെയുള്ള കമന്റുകൾ ചേട്ടൻ സ്ഥിരമായി കേൾക്കാറുണ്ടോ? നമ്മുടെ ജീവിതം സന്യാസമാണല്ലോ. അതെന്താ ചേട്ടാ അങ്ങനെ ഒരു ടോക്ക്? അല്ല, അത് സന്യാസം നമ്മൾ എന്ത് മനസ്സിലാക്കിയാണ് ഈ സന്യാസം, അല്ല ഈ സന്യാസത്തെ കുറിച്ച് എന്താ മനസ്സിലാക്കി? ഞാൻ തുടങ്ങുമ്പോൾ സംസാരിക്കില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞ ആർക്കൊന്നും മനസ്സിലായില്ലെന്ന്. ഞാൻ പറഞ്ഞ വല്ലതും കിട്ടിയിട്ടാ ഇല്ല, അതുകൊണ്ട് തുടങ്ങിയില്ലല്ലോ. ഞാൻ ഈശ്വരാത് മാത്രമേ വിളിച്ചുള്ളൂ. അല്ല എന്താ ചേട്ടന് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നോട്? ഇല്ല അല്ലേ? അതിനാണ് ഈ ബിൽഡപ്പ്. അതാണ് ഞാൻ അതിനാണ് ഈ ബിൽഡപ്പ് മൊത്തം. തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ഉള്ളതിലൊരു സന്യാസി അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നുള്ള ആദ്യം തന്നെ പറഞ്ഞ പോരെ. അതിന് മുമ്പ് സന്യാസത്തിന്റെ ഒരു ഡെഫിനേഷൻ എന്തെന്ന് വെച്ചാൽ പറഞ്ഞിട്ടല്ലേ പിന്നെ അവസാനം ചേട്ടാ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആദ്യം തന്നെ നീ തുടങ്ങി വിട്ടു. നീ തന്നെ അങ്ങനെയൊക്കെ ആണെങ്കിലും സന്യാസിയെ പോലെ ഇരിക്കുന്ന വിജയ് യേശുദാസിൽ നിന്ന് ഞാൻ തിരിച്ചു വരട്ടെ. ഈ താടി ഇങ്ങനെ നീട്ടി വളർത്താൻ ചേട്ടൻ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? അതൊരു ഒരു ലുക്കിന് അല്ല, ഒരു റോളിന്. വെറുതെ ഒരു റോളിന് ഇവരൊക്കെയാണ് കാസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഇതിന് ആരെ പ്രൊഡ്യൂസറാണോ പറഞ്ഞത്? ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ് ആണ്. അതെ, അപ്പൊ പ്രൊഡ്യൂസറാണോ പറഞ്ഞത് നമുക്ക് ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്യാന്ന്? നമ്മൾ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള തോട്ടൊന്നും ഇല്ല. നമുക്കിപ്പോ അത് റെക്കോർഡ് ചെയ്യുക, നമ്മളിപ്പോ കൊണ്ട് പറ്റുന്ന രീതി ഇറക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഡെഫിനറ്റ്ലി ഇത് നമ്മുടെ 3 പേരുടെ പാട്ടാണ് ഞാൻ കമ്പോസ് ചെയ്ത്. അവർക്ക് പാട്ട് ഇഷ്ടപ്പെടണം, അവർക്ക് ഇഷ്ടമായാൽ നമ്മൾ റെക്കോർഡിങ്ങിലേക്ക് പോകും, പറ്റുന്ന പോലെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ ദൈവാനുഗ്രഹം ഇദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചത് പാട്ട് കൈമാറുന്ന ഒരവസ്ഥയാണല്ലോ. അവിടെ നിന്നുള്ള ടുക്ക് ഓവർ ആൻഡ് ഡിഡ് ദ ബെസ്റ്റ്. ആണല്ലേ? ഇനി ഞാൻ കുറച്ച് പെട്ടെന്ന് വൺ വേർഡിൽ ആൻസർ പറയുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ എല്ലാവരോടും വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. വിജയോട് ആദ്യം ചോദിക്കാം. രഞ്ജിനി ജോസ് അല്ലെങ്കിൽ ശ്വേത മോഹൻ ഇവർ രണ്ടുപേരുടെ കൂടെ ഒരുമിച്ച് ഒരേ ദിവസം പാട്ട് പാടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ ചൂസ് ചെയ്യും? ഇവന്റ് ഓർഗനൈസേഴ്സിന്റെ അടുത്ത് എത്ര പൈസ ഉണ്ടോ അതുപോലെ ഇരിക്കും. അതല്ല, അങ്ങനെയല്ല, എന്റെ കാര്യം മാത്രമല്ലല്ലോ. മറ്റ് ആർട്ടിസ്റ്റിനെ ഞാനിപ്പോ ഒരു പ്രോഗ്രാമിന് വിളിക്കുന്നു, ഇപ്പൊ രഞ്ജിനി ആയാലും ശ്വേത ആയാലും അവർക്കൊന്നും ഒരു ബഡ്ജറ്റ് ഉണ്ടാവും, അവർക്കൊന്നും ഒരു പേ റിക്വയർമെന്റ് ഉണ്ടാവും. അപ്പൊ അത് ഞാൻ പോയി ബാർഗെയിൻ ചെയ്യില്ല ഒരിക്കലും. അപ്പൊ അത് ഒരു ഓർഗനൈസറിന് പറ്റുകയാണെങ്കിൽ അത് പറ്റുന്ന ആരാണോ അവര് വരും, അത്രേ ഉള്ളൂ. രഞ്ജിനിയെ കുറിച്ച് രഞ്ജിനിക്ക് സ്വയം തോന്നിയിട്ടുള്ള 3 നെഗറ്റീവ്സ് എന്തൊക്കെയാണ്? എന്റെ ദേഷ്യം, നീ പറഞ്ഞ മൂക്കത്തി. അതെന്താ ചേട്ടാ അങ്ങനെ ഒരു ശബ്ദം? അവന് ശബ്ദം തന്നില്ല എന്ന് മാത്രം. മൂക്കത്ത് ചുണ്ടി. പക്ഷെ പണ്ടത്തേക്ക് വെച്ച് നോക്കുമ്പോ വെരി മച്ച് മെലോ റൈറ്റ് നൗ. പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ ഓവർ തിങ്കിങ് പരിപാടി ഉണ്ട്. അതൊക്കെ അണ്ടർ കൺട്രോൾ ആക്കാൻ നോക്കുകയാണ്. വെരി ഡിഫിക്കൽട്ട് ആസ് യു ഗ്രോ ഓൾഡർ. രാകേഷ് ബ്രഹ്മാനന്ദൻ എന്നുള്ള പേര് മാറ്റിയാൽ കൊള്ളാമോ എന്ന് ഏതെങ്കിലും കാലത്ത് തോന്നിയിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഈ പേര് വളരെ യൂണീക്ക് ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, എനിക്കറിയാം. இதெல்லாம் ஜூஜுபி क्वेश्चन ஏதாவது வேற இருக்கா? ഞങ്ങൾ തലവർ ഫാൻസ് ആണ്, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ. വിജയ് യേശുദാസിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കോൺട്രവേഴ്സി എന്താണ്, അല്ലെങ്കിൽ ഗോസിപ്പ് എന്താണ്? എന്താ വേണ്ടേ, ഏതാ വേണ്ടേ പറയൂ. വീണയുടെ ലിസ്റ്റിൽ ഏതൊക്കെയുണ്ട് പറയൂ. അല്ല, ഇപ്പൊ വളരെ ഓപ്പൺ ആയിട്ട് പറയും. റീസെന്റ് രഞ്ജിനെ കുറിച്ചും വിജയനെ കുറിച്ചും ഒരുപാട് വാർത്തകളുണ്ട്. ബട്ട് ഐ നോ
We also know. We also know. കാരണം ഞാനിത് ന്യൂസ് വന്നപ്പോ ഞാൻ രാവിലെ ഉറക്കത്തിൽ ഇങ്ങനെ കണ്ടു. അതെന്തായിരുന്നു ന്യൂസ്? നമുക്ക് അത് ആവശ്യമില്ലാത്ത ഇനി അതിന് വെച്ചോണ്ട് അത് വെച്ചോണ്ട് തായി ഇതൊക്കെ കേൾക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞ് ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ട്. അത് ഇതൊന്നും കേട്ടല്ല വളരേണ്ടത്. അതിനെ ഇപ്പൊ തന്നെ വേണ്ട, നോ, ഇത് പഠിപ്പിക്കരുത് അതിന്. അല്ല വീണ പറഞ്ഞ സ്ഥിതിക്ക് ഈ ലോകം അത് അതിനെ പഠിപ്പിച്ചു. വീണ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എഴുന്നേറ്റ് വന്ന് തന്നെ ഇങ്ങനെ ചെയ്യും. സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ നല്ലതാ, അതാ നല്ലത്. ആ കൊച്ചു അറിഞ്ഞിട്ടില്ല, അതാ നല്ലത്. ആണോ? അന്ന് ഒരു കിംവദന്തി ഒരു 4-5 കൊല്ലമായിട്ട്. പക്ഷേ ഇന്ത്യ വാണ്ട്സ് ടു നോ. പ്ലീസ് ടെൽ മീ. വീണ wants to know. പക്ഷേ I don't want that child to know. ഫ്രണ്ട്ഷിപ്പിനെ എല്ലാത്തിനും എടുത്ത് ഈ അനാവശ്യമായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്ത് ബന്ധങ്ങളുടെ വില എന്താണെന്ന് അറിയില്ല. Romanticize എന്ന് പറയാൻ പറ്റില്ല. Romanticize എന്ന് പറയാൻ പറ്റില്ല. It's just it's tough to see in reality. It's not romanticize also. It is about നമ്മൾ ഈ ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് നമുക്ക് എത്ര വിഷമം ഉണ്ടാവുന്നു അവർക്ക് മനസ്സിലാവില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാത്രമല്ല, നമ്മൾ ഇനി ഇഗ്നോർ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ വേറെ കുറെ ആൾക്കാരുണ്ട്. അച്ഛൻ, അമ്മ, വേറെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാര്, മക്കള്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇത് കേൾക്കുമ്പോഴോ ഇറ്റ് ഹേർട്സ് ദം. മനസ്സിലായോ? അത് ചെയ്യരുത് ഞാൻ അത്രയും പോലും പോകില്ല. എൻ്റെ ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ അറിയാറില്ല. ബിക്കോസ് ഐ ഡോണ്ട് ലുക്ക് അറ്റ് ഓൾ ദീസ് തിങ്സ്. എൻ്റെ പിള്ളേർക്കോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്കോ അവർക്കും ഞാനായിട്ട് എത്തിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും അത് എത്തിച്ചാലും അവരും അത് വെറുതെ മൈൻഡ് ചെയ്യാറില്ല. സോ ദാറ്റ്സ് ദ ബെസ്റ്റ് വേ ടു ഗോ. ബിക്കോസ് ഇത് ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് ഗോയിങ് ഗോ ഓൺ നോ മാറ്റർ വാട്ട്. എനിക്ക് വേറെ ഒറ്റ ചോദ്യം, വേറെ ബീറ്റ് അറൗണ്ട് ദി ബുഷ് ഇല്ലാതെ ചോദിക്കട്ടെ. വിജയ് യേശുദാസ് കമ്മിറ്റഡ് ആണോ അല്ലയോ? അല്ലേ, ഇറങ്ങി പോയാലോ? അങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, ഡൺ. നമുക്ക് ഈ 3 മേക്കപ്പ് സാധനങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്നോട് വേറെ എന്തെങ്കിലും ചോദിക്കാം. അല്ല, എനിക്ക് മേക്കപ്പിനോടോ എനിക്ക് സലോണിൽ പോകുന്നതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത ഒരു ജഗപോക ആളാണ്. വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ്? മൈ ഇൻട്രസ്റ്റ് കുറെ പാട്ട് കേൾക്കുക. എനിക്ക് ശരിക്കും ഒരു റിസർച്ച് പോലെയാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ബാൻഡ് എല്ലാ കുട്ടികളും ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളാണ്. ഓൺലി ചാൾസ് ഇസ് പ്രോബബ്ലി ഒരു 33-34. ബാക്കി എല്ലാവരും ന്യൂജൻ പിള്ളേരാ. പക്ഷെ ഇവരുടെ കൂടെ പോയിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ദാറ്റ് ഐ എം നോട്ട് എ സ്റ്റുപ്പിഡ് പേഴ്സൺ ഓർ ഐ എം നോട്ട് എ ഫുൾ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇവരിരുന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഇവരുടെ ഇപ്പം നടക്കുന്ന സീനും എനിക്ക് അറിയാൻ ഇഷ്ടമാണ്. അത് സാധാരണ ഒരു ദുവാലിപ്പോ ഒരു വീക്കെൻഡോ ഒരു റിഹാനോ അതൊന്നുമല്ല. വേറെ അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ഉണ്ട്. അവരതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അവരിപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുറേ കൂടെ നോളജബിൾ ആയിട്ടുള്ള അവർ കുറേ സ്ഥലത്തു നിന്നും അറിഞ്ഞിട്ടാണ് നമ്മളതിന് പ്രോക്രാസ്റ്റിനേറ്റ് അതൊന്നും പറയേണ്ട കാര്യമില്ല. അത് നമ്മൾ ഇൻവോൾവ് ചെയ്ത് അതെന്താന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത ജനറേഷൻ്റെ കൂടെ കൂടെ നടക്കാം. അല്ലെങ്കിൽ നമ്മൾ കാലം ചെന്ന് അപ്പുറത്ത്. ബ്യൂട്ടി ഓഫ് ദാറ്റ് ഇസ് ഇപ്പോൾ എൻ്റെ പിള്ളേരുടെ അടുത്ത് നിന്ന് ഞാൻ ചുമ്മാ അവരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യും. അല്ലെങ്കിൽ പൊതുവേ അവരുടെ പ്ലേലിസ്റ്റ് അവർ രണ്ടുപേരും എൻ്റെ ബ്ലൂടൂത്ത് എടുത്ത് കണക്ട് ചെയ്ത് അവരാണ് പ്ലേലിസ്റ്റ് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്തും അല്ലാണ്ട് വണ്ടി കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ആരുടെ പാട്ടാണെന്ന്. രണ്ടുപേരും അങ്ങോട്ട് പിന്നെ ഷെയറിങ്, പിന്നെ ലവാണ്, പിന്നെ അടുത്ത പാട്ട് നിന്റെ എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് പാട്ടില്ല അവിടെ. പിന്നെ എൻ്റെ പാട്ടും കേൾക്കാറില്ല. അപ്പോൾ അത് സോർട്ടഡ് ആണ്. അത് എന്തായാലും തീരുമാനമായി. അപ്പോൾ പിന്നെ ഒരേ ഒരു വഴി ഇത് പറഞ്ഞ പോലെ അവിടുന്ന് ഇടുന്ന പാട്ടുകൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക് കയറ്റി അത് കേൾക്കാം എന്നുള്ളതാണ്. ബിക്കോസ് ദർ ആർ സം ഗുഡ് സോങ്സ് ദാറ്റ്സ് സെലക്ട് ആൻഡ് പ്ലേ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെയും കുറേയൊക്കെ കഴിഞ്ഞ എൻ്റെ മോൾക്ക് 16 വയസ്സായിരുന്നു. 10-11 വയസ്സ് തൊട്ട് തന്നെ ഷീസ് സ്റ്റാർട്ടഡ് ലിസ്ണിംഗ് ടു ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പോൾ ഇയാളും പുതിയ ആളും കുറേ പാട്ടുകളൊക്കെ കേൾക്കും, ഇടും, അതിന് കൂടെ പാടും. ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഓരോ പാട്ടുകൾ പാടും. വെരി ട്രൂ. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ സെയിം എക്സ്പീരിയൻസ് ആണ് എനിക്ക്. എൻ്റെ മൂത്ത മോള് she has knows some other artists which I don't know really, and she learns song very fast. എനിക്ക് എപ്പോഴും അത്ഭുതമാണ്. അവരുടെ grasping is also because they are young also. അങ്ങനത്തെ പാട്ടിലൊക്കെ ഞാൻ ഒരിക്കലും നമ്മുടെ കാത് അപ്പയുടെ പാട്ടുകൾ കേട്ട് വളർന്നു. മലയാളം, തമിഴ്, തെലുങ്ക് മാക്സിമം അവിടെ വരെ പോകും. ലിറ്ററലി അലൻ വാക്കർ എന്ന ആർട്ടിസ്റ്റിനെ ഞാൻ അറിയുന്നത് എൻ്റെ മോളിലൂടെയാണ്. So it's nice. That kind of exposure is good. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പഠിക്കാം? മക്കളില്ലെങ്കിൽ ഈ സാധനം പഠിക്കാം. ഇവർക്ക് ഈ 2 എണ്ണം ഉണ്ടായിട്ട് ഇവര് ഞാൻ ഇത് 12 കൊല്ലം മുമ്പേ തുടങ്ങി. രാകേഷ് ഏട്ടന് ഓണം വൈബ് എന്ന് പറഞ്ഞ ആൽബം എടുക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടിയ സിറ്റുവേഷൻ എവിടെയാണ്? 1 second. ഓണം ക്ലബ്. ഓണം വൈബായി പോയി. നിങ്ങൾ ഇവിടെ നിന്ന് വൈബ് അടിച്ച് ഓണം ക്ലബ്. അങ്ങനെ ബുദ്ധിമുട്ട് ഇത് രജീഷ് പാലവിള എന്ന് പറഞ്ഞ റൈറ്ററാണ് എഴുതിയത്. അപ്പോൾ അദ്ദേഹം ഒരു ന്യൂ എൻട്രിയാണ്. അപ്പോൾ തമിഴിൽ പടങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, മലയാളം കൺവേർട്ട്. പക്ഷെ ആ ഏരിയയിൽ എനിക്ക് വേണ്ട ലൈൻസിലേക്ക് എത്താൻ കുറച്ച് പിടിവലി ഉണ്ടായിരുന്നു.
പിന്നെ വെൻ ഇറ്റ് കെയിം ടു ദം ദേ ഈസിലി പാടി എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ഒരു സുഖം അതിനപ്പുറം അവർ പാടി തന്നു. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. വിജയ് ചേട്ടന്റെ പാട്ടുകളിൽ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? കേൾക്കാറില്ലെന്ന് എനിക്ക് മനസ്സിലായി, എന്നാലും ഉള്ളതിൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടെങ്കിലും എന്റെ പാട്ടുകളാണ് അത് അവരെ തന്നെ ചോദിക്കാം. എനിക്ക് അവര് ട്രിപ്പിൾ ആറില് മറ്റേ ദോസ്തി എന്നുള്ള സോങ് അത് കുറച്ചുകൂടി വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഓബിയസ്ലി. അപ്പോൾ അയാൾ ചെറുതായിരുന്നപ്പോൾ അയാളിങ്ങനെ അത് റിപ്പീറ്റ് ആയിട്ട് പാടുകയൊക്കെ ചെയ്യായിരുന്നു. ഇത് ചുമ്മാ ഞങ്ങൾ മിക്സ് ചെയ്ത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു 2 ദിവസത്തേക്ക് ഞാൻ ഈ ഷൂട്ടിന്റെ മുമ്പ് 2 ദിവസത്തേക്ക് ഞാൻ ചെന്നൈ പോയിട്ട് വന്നു. ഷൂട്ടിനല്ല, ഷൂട്ട് കഴിഞ്ഞിട്ട്, സോറി. 2 ദിവസം അവർ തനിച്ചായതുകൊണ്ട് അങ്ങനെ വീട്ടിൽ ചെന്നൈ അവിടെ കൂടെ ഇരുന്നിട്ട് തിരിച്ചു വന്നു ഈ റിലീസിന് വേണ്ടി. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഈ പാട്ട് മിക്സ് കേൾക്കാൻ വേണ്ടി അവിടെ ബ്ലൂടൂത്ത് സ്പീക്കറിലോ അല്ലെങ്കിൽ ഇട്ട് ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാറിലും ഒക്കെ പ്ലേ ചെയ്ത് ഇവരെയും കേൾപ്പിച്ചു. എന്നിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ പട്ടിക്കുട്ടീനെ കളിപ്പിക്കാൻ ചെറുത് അഭിയാൻ ഇങ്ങനെ കളിപ്പിക്കുന്ന, അപ്പോൾ എന്താണ് അവനെ ഇങ്ങനെ കൊഞ്ചിക്കാൻ വേണ്ടി ഇങ്ങനെ എന്ത് ചെയ്തപ്പോഴത്തേക്കും എന്താണ് അത്തം തത്തോണം തത്തം തത്തോണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇവൻ്റെ തലയിൽ ഇത് ട്യൂൺ കയറി ചെറുതായിട്ട്. അപ്പം ഐ ഹാവ് ദാറ്റ് ഹാബിറ്റ് ഓഫ് ക്വിക്ക്ലി ഗ്രാസ്പിംഗ് ഔട്ട്. സോ ഐ ഡോണ്ട് നോ, ബട്ട് അങ്ങനെ ചുമ്മാ അതൊരു സന്തോഷം. പക്ഷേ ലൈക്ക് ഐ ഡോണ്ട് എക്സ്പെക്ട് ഈ ഞങ്ങൾ വളർന്നപ്പോൾ എല്ലാ പ്രോഗ്രാമിനും മിക്കവാറും ഞങ്ങളെ 3 പേരെയും കൊണ്ടുവരുന്നു. അത് ഇന്നത്തെ കാലത്ത് അവരെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. അവരെൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പ്രോഗ്രാമും ഫുൾ സ്വിങ് ആയിട്ടുള്ള ഒരു ലൈവ് ഓഡിയൻസ്, അതായത് പബ്ലിക് പ്രോഗ്രാം ഇതുവരെ കണ്ടിട്ടില്ല അവർ. ആൻഡ് ഹോപ്പ്ഫുള്ളി എപ്പോഴെങ്കിലും അവർ കാണുമായിരിക്കും. പാട്ടിന്റെ പ്രൊമോഷൻസിന്റെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്തൊക്കെ നോക്കും. ഞാൻ എന്റെ ഫോൺ അല്ലാത്തോണ്ട് എടുത്ത് നോക്കുന്നില്ല. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നിങ്ങൾ നേരത്തെ കാമുകിമാരെ ചോദിച്ചില്ല, അത് പലതും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. കാര്യം ഇദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഭയങ്കരമായ കെയറും കൺസേണും പ്രൊട്ടക്റ്റീവ്നെസ്സും ഒക്കെ ഉണ്ട്. അത് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ പുറത്തേക്കുന്നവർക്ക് അത് തോന്നായിരിക്കും. മനസ്സിലായില്ലേ? ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. പേഴ്സണലി പുള്ളി വേറെ എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും, ദാറ്റ്സ് ഓക്കെ. എനിക്ക് ജനറലി തോന്നിയിട്ടുള്ളത് പേഴ്സണലി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വളരെ തെറ്റാണ്. യഥാർത്ഥ കേരള വിജയ് യേശുദാസ് ആണ്. അതാണോ ചേട്ടൻ പറഞ്ഞത്? അത് സംശയമില്ല കാര്യത്തില്. ഞാൻ എന്റെ ഫ്രണ്ട്സിന് വേണ്ടി എന്റെ ഫാമിലിക്ക് വേണ്ടിയും ഒക്കെ ഞാൻ മാക്സിമം ലെങ്സിലേക്ക് പോകും എന്നാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്തു കൊടുക്കണം എന്നുള്ളത്. എനിക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ ജെൻഡർ വ്യത്യാസം ഇല്ലാതെ ആ പെണ്ണാണ് കൂടുതൽ ചെയ്യുക അല്ലെങ്കിൽ ആണാണ് കുറച്ച്, എല്ലാവരും ഒരേപോലെ. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ അല്ലാതെ കാണുന്നവർക്ക് അത് പ്രശ്നമാണ്. എനിക്കുള്ള എന്തെങ്കിലും ഒരിക്കൽ ഇനി നമുക്ക് യേശുദാസ് സാറുമായിട്ട് വിജയ് യേശുദാസ് ഒരു കോംബോയിൽ ഒരു പാട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ടോ? ഹോപ്പ്ഫുള്ളി അതും എൻ്റെ കയ്യിലല്ല. ബട്ട് എനിക്ക് ഞാനൊരു ഇപ്പോൾ രാകേഷിൻ്റെ ഒരു കമ്പോസിങ് കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പാട്ടിൽ കൂടെ മേ ബി മനസ്സിലാവും. അത് ഞാൻ അങ്ങനെ ഒരു സൈഡ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ലൈക്ക് ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ ഐ ഡോണ്ട് നോ, എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അപ്പനെ കൊണ്ടൊരു പാട്ട് പഠിപ്പിക്കണം എന്നൊക്കെ. ബട്ട് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഹാപ്പൻസ്, യു നോ, ഗ്രേറ്റ്. ഇനി ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ പാട്ട് പാടണം അല്ലെങ്കിൽ ഒരു സിംഗറിന്റെ കൂടെ പാടണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുള്ളത് ആരാണ്? ആരോട് പാടണം എന്നുള്ളതിനേക്കാളും കുറേ പേരോട് പാടി. എനിക്കിപ്പോ ഒരുപാട് ആർട്ടിസ്റ്റിനെ പോയി കാണണം എന്നുള്ള ഒരു ഫേസിലാണ്. അവരെവിടെയെങ്കിലൊക്കെ ലൈവ് ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് പോയി ഓഡിയൻസ് ആയിട്ടിരുന്ന് കാണുന്നുണ്ട്. വിജു പണ്ട് ഹാൻസിമറിന്റെ ലൈവിന് പോയി കഴിഞ്ഞപ്പോ അന്ന് വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചായിരുന്നു ലൈവായിട്ട്. പക്ഷെ അന്നത്തെ ക്യാമറ അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് പോയി ചെയ്യണമെന്നുണ്ട്. നമ്മുടെ OG ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഒക്കെ അയർലൻഡ് എവിടെയെങ്കിലും വരുമ്പോൾ പോയി കാണുന്നത് ഭയങ്കര ആഗ്രഹം. അല്ല, ഒരുപക്ഷെ ഞാനിപ്പോ എന്റെ ഡ്രീം എന്ന് പറയുമ്പോൾ ഇവരെല്ലാം മേ ബി വിജയ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളായിരിക്കും. എനിക്ക് റഹ്മാൻ സാറിന്റെ ഷോയ്ക്കും പാട്ടും പാടുന്നത്, രാജാ സാറിന് ഞാൻ പാടിയിട്ടുണ്ട്. ബട്ട് പുള്ളിയുടെ ഒരു ലൈവ് കൺസേർട്ടിൽ ദാസാർ പാടിയ പാട്ടുകൾ പ്രസന്റ് ചെയ്യാൻ എപ്പോഴും മനസ്സാഗ്രഹിക്കാറുണ്ട്. ബിക്കോസ് ഐ ലവ് ദോസ് കോമ്പിനേഷൻസ്. ഹിന്ദിയിൽ ദാസാർ പാടിയ, ഞാൻ അച്ഛനൊരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ഓർക്കസ്ട്രയിലെ കീബോർഡ് പ്ലെയർ ആയിരുന്നു റഹ്മാൻ സാർ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് പ്രാക്ടീസ് ഒക്കെ നടക്കുന്നത്. രാജാമണി ഞങ്ങൾ ഗിറ്റാറായിരുന്നു. അപ്പോൾ വീട്ടിലാണ് ഭക്ഷണവും കാര്യങ്ങളും. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട്, എടാ നീ എന്നെ എടുത്തിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അറിയില്ല. അപ്പോൾ പിന്നെ അറിയില്ല, അമ്മ തള്ളിയതാവും. നീ തന്നെ കഥ പറഞ്ഞു, നീ തന്നെ അതിനെ ഇതാക്കി. അല്ല, ഇങ്ങനെ ഗദ്ഗതം അറിയില്ല, അമ്മ പറഞ്ഞൊരു ഓർമ്മയും വേണ്ടു. അച്ഛൻ്റെ ഒരു ബാച്ചിലേഴ്സ്
കല്യാണത്തിന് മുമ്പ് അച്ഛനൊരു ഓഫീസ് ഉണ്ട്, ഈ റഹ്മാൻ സാറിൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റായിരുന്നു പുള്ളിയുടെ അച്ഛൻ്റെ. അപ്പോൾ അവിടെയാണ് അച്ഛൻ രാവിലെ കുളിച്ചിട്ട് അവിടെ പോവുക, അവിടെ കമ്പോസിങ് നടക്കും, മ്യൂസിക് ഡയറക്ടേഴ്സ് മ്യൂസിഷ്യൻസ് പാട്ട് പഠിക്കും, റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഹി വാസ് ലൈക്ക് എ മെമ്പർ ഓഫ് ആർക്കേഷ് ശേഖർ സാറിൻ്റെ ഫാമിലി. അപ്പോൾ അതുകൊണ്ട് അത്രയും അടുപ്പമുള്ള ഞാൻ എനിക്ക് അച്ഛന് വേണ്ടി ഞാൻ വെന്റ് ടു ചെന്നൈ ജസ്റ്റ് ടു ടോക്ക് ടു റഹ്മാൻ ഇഫ് അറ്റ് ഓൾ ഹി ക്യാൻ ഗീവ് എ ചാൻസ് ടു അച്ഛൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡന്റ് ഗെറ്റ് എൻറ്റർ ഇൻ ടു ഇറ്റ്സ്. ആ സമയത്ത് ഈ പടയപ്പ ഇറങ്ങിയ സമയം ഈ ആൾക്കാരൊക്കെ വന്ന് പുള്ളിയുടെ വീട് ആക്രമിക്കുകയൊക്കെ പോലീസൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ ആരുടെയും കൂടെ പാടിയപ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും സ്റ്റേജിൽ ഇരിക്കുന്ന കണ്ടിട്ടോ ഭയങ്കരമായിട്ട് വിറച്ച് പാടിയ പാട്ടുണ്ടോ, അല്ലെങ്കിൽ പാടിയ ഒരു വ്യക്തിയുണ്ടോ? വീട്ടിലുള്ള ഒരാള് മതിയല്ലോ. അത് ശരിയാണല്ലോ. പക്ഷേ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഏറ്റവും അത് 1-2 സ്റ്റേജിലൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഊട്ടിയിലൊരു പ്രോഗ്രാം, അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റേഴ്സിൽ 1-2 പേര് അവർ പാടും. അപ്പോൾ ഒരു പാട്ട് മറ്റേ ജുമ്മാ ജുമ്മാ ദേ ദേ അന്ന് ഇറങ്ങിയ ഭയങ്കര, അപ്പോൾ ഞാൻ ഭയങ്കര അമിതാഭ് ബച്ചൻ സാർ ഫാനാണ്, ഞാൻ തലവർ ഫാനാണ്. അപ്പോൾ ഹമ്മിൽ അവർ രണ്ടുപേരും ഉണ്ട്. ആ പാട്ട് ഭയങ്കര ക്രേസ് ഹിറ്റ്. അപ്പോൾ അതെനിക്ക് പാടണം സ്റ്റേജിൽ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പാട്ടിലൊക്കെ പാടി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ വോയിസ് ഇങ്ങനെ ചേഞ്ച് ആവുന്ന ഒരു സമയമൊക്കെ ഈ പാട്ട് പാടി. പക്ഷെ ഓർക്കസ്ട്ര അന്നത്തെ ഈ പറഞ്ഞ പോലെ പ്രിപ്പറേഷനും ഒന്നും ഈ ഒരു അതൊന്നും നമ്മൾ അറിഞ്ഞിടല്ലോ. പക്ഷെ കയറി പാടാൻ പക്ഷെ അങ്ങോട്ട് സെറ്റായില്ല, സാധനം വന്നില്ല, പാടിയത് അങ്ങോട്ട് സെറ്റായില്ല, ഭയങ്കര അപ്സെറ്റായി, ബാക്ക് സ്റ്റേജിൽ പോയി. അപ്പം പുള്ളി പക്ഷെ അതിൽ ഒന്നും ഇൻവോൾവ് ആവില്ല. അതാണ് ദാറ്റ് വാസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്, ദാറ്റ് യു നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ട് സാരല്ല നീ നന്നായിട്ട് പാടി എങ്ങനെയൊന്നുമില്ല, ഒന്നും മിണ്ടില്ല. അപ്പോൾ നമുക്കത് ആക്ച്വലി ഒരു സെൽഫ് ഫൈറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കും. ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് സംബഡി ഓൾവേസ് കം ഇൻ നമ്മൾക്ക് തടവി തന്ന അല്ലെങ്കിൽ. പക്ഷെ ചേട്ടാ ഒരിക്കലും പോലും ചോദിക്കാൻ നിന്നിട്ടില്ലേ ഞാൻ ഈ പാട്ട് പാടിയിട്ട് അപ്പൊ എന്തൊന്നും പറയാത്തതെന്ന്? എന്നുവെച്ചാൽ അവരൊക്കെ വേറൊരു അപ്ബ്രിങ്ങിങ്ങിൽ വന്നവരാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ സമയത്തും ഒരാൾ തട്ടിക്കൊടുത്ത് പുള്ളിയുടെ അച്ഛൻ അതായത് അപ്പച്ചൻ അഗസ്റ്റിൻ ജോസഫ് എന്ന് പറയുന്ന നാടകവും ഇതിലൊക്കെ പാടിക്കൊണ്ടിരുന്ന ആള് ഇപ്പോൾ കൂടെ കൊണ്ടുപോയി ഇവർ സംസാരിക്കുന്നു, മ്യൂസിക് ഡയറക്ടറും പുള്ളി അവരിങ്ങനെ സംസാരിച്ച് എന്തൊക്കെയോ സംസാരിച്ച് അവർ എന്നിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ അന്ന് ചെറുപ്പമായിരുന്ന 16 മേ ബി 14 വയസ്സായിരുന്നു, 18 വയസ്സായിരുന്ന അമ്മച്ചി എടുത്ത് പോയി പറഞ്ഞു എന്നെ പരിചയപ്പെടുത്തിയും പോലും ഇല്ല, എന്നെ പാടിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പതുക്കെ പോയിട്ട് നിങ്ങളങ്ങനെ അവനെ കൊണ്ടുപോയിട്ട് എന്താണ് ഒന്നും പരിചയപ്പെടുത്തിയും പോലും ഇല്ലല്ലോ, അവനെ പാടിപ്പിച്ചില്ല എന്ന് അവനെ സങ്കടം പറഞ്ഞു. അപ്പോൾ അന്ന് അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അല്ലേ അവനെ തേടി ഒരു പ്രൊഡ്യൂസേഴ്സ് അവനെ തേടി ഈ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകും, അവൻ്റെ കഴിവ് കണ്ട് അവനെ വിളിച്ചുകൊണ്ട് പോകും എന്നുള്ള പോലെ പറഞ്ഞു. ഞാൻ അതുപോലെ ആയിരുന്നു ഫസ്റ്റ് ടൈം അങ്ങനെ പ്രൊഡ്യൂസർ വന്ന് അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ട്. അപ്പോൾ സെയിം തിങ് എൻ്റെ അടുത്ത്. പക്ഷേ ഒരിക്കലും AR റഹ്മാനെ വിളിച്ചിട്ട് എൻ്റെ മോൻ പാടും വിളിച്ചോ, രാജസാറിൻ്റെ റെക്കോർഡിങ്ങിന് പോയപ്പോൾ ഞാൻ കൂടെ എപ്പോഴെങ്കിലും പോയിട്ടുണ്ട്. പിന്നെ അല്ലാണ്ടും റഹ്മാൻ സാറിന്. അപ്പോൾ 2 പേരെടുത്ത് ഞാൻ പക്ഷേ ഞാൻ CD കൊണ്ടേ കൊടുത്തിട്ടുള്ളൂ, ഒന്ന് രാജസാറും റഹ്മാൻ സാറും. റഹ്മാൻ സാർ അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, പക്ഷേ രാജസാർ ഇങ്ങനെ പാടിപ്പിച്ചു, ലൈവായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പാടുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്ന് പാടിയൊക്കെ പിന്നെ അതിൻ്റെതായ സമയത്ത് അത് നടന്നു. റഹ്മാൻ സാറാണ് ചോദിച്ചത്, പക്ഷേ വാട്ട് യു വാണ്ട് ടു ഡു വിത്ത് യുവർ വോയിസ് എന്നുള്ള പോലെ ചോദിച്ചത്. അപ്പം അന്ന് എനിക്കൊരു ഞാൻ ഐ വോണ്ട് ടു സിംഗ് ഇൻ ഫിലിംസ്, ഐ വോണ്ട് ടു സിംഗ് ഫോർ ഓൾ ദീസ് ഫിലിംസ്. അങ്ങനെ അന്ന് വളരെ ഇതായിട്ട് ബേസിക്കായിട്ട് ഞാൻ. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിനൊരു കുറച്ചുകൂടി ഒരു ബെറ്റർ ആഫ്റ്റർ 25 years ബെറ്റർ ആൻസറിന് ഇപ്പോഴും ആൻസർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വയർ ഐ വോണ്ട് ഗോ ടുവേർഡ്സ് എന്നുള്ളത്. അത് ഇറ്റ് സ്റ്റിൽ ടേക്കിംഗ് ഇറ്റ്സ് ഓൺ ടൈം. എന്താ പറയുക, ക്ലൈംബ് ചെയ്ത് വന്നത്. ഇങ്ങനത്തെ അച്ഛന്മാരെ കിട്ടിയത് വലിയ ഭാഗ്യകാര്യം. അവർ they'll put us to test for a self growth and self sustenance. So എൻ്റെ അച്ഛനും ഞാനിങ്ങനെ ചെറുതായി അച്ഛൻ മരിക്കുന്ന കുറച്ച് കാലം മുമ്പ് ഞാനിങ്ങനെ സ്റ്റേജസിലൊക്കെ പാടി സ്വാഭാവികമായിട്ടും സിനിമയിൽ പാടുന്നത്. അപ്പം മോഹൻ ചേട്ടൻ ഭയങ്കര തിരക്ക് പിടിച്ച് നിൽക്കുന്ന മോഹൻ സിത്താര ചേട്ടൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഏതോ പാട്ട് കേട്ടിട്ട് ഞാൻ അച്ഛനെ അറിയിച്ച് അച്ഛൻ്റെ ഓർക്കസ്ട്രയിൽ വയലിൻ വായിച്ചിട്ടുണ്ട്, അച്ഛനും പാടിയിട്ടുണ്ട് കമ്പു. അച്ഛൻ ഒന്ന് വിളിച്ച് പറയും എനിക്ക് വേണ്ടി. അപ്പോൾ അച്ഛനെ ഇങ്ങനെ നോക്കി, നിനക്ക് വേണമെങ്കിൽ നീ ശ്രമിക്കണം, നിൻ്റെ ടാലൻറ്റ് ഇമ്പ്രൂവ് ചെയ്ത് അത് അവർ വിളിപ്പിക്കുന്ന രീതിയിലേക്ക് നീ വളരണം, ഞാൻ പറയില്ല. അപ്പോൾ എനിക്ക് അപ്പോൾ ഒരു വിഷമമുണ്ടായി. പിന്നെ ആലോചിച്ചപ്പോൾ അപ്പോൾ വെരി ഷോർട്ട്ലി എനിക്ക് മനസ്സിലായി വാട്ട് ഈ മെന്റ് എന്ന്. നിങ്ങൾ രണ്ടാളും കൂടെ ഒരു സ്റ്റേജിൽ പാടി ഭയങ്കരമായി കയ്യടി കിട്ടിയ ഒരു പാട്ട് ഏതായിരിക്കും? ഇഷ്ടമുള്ള ഒരു അടിച്ചുപൊളി പാട്ട് പാടി നമ്മൾ അവസാനിപ്പിക്കും. ഇഷ്ടമുള്ള അടിച്ചുപൊളിയാണ് നമ്മളിവിടെ ഇന്ന്. നല്ലൊരു അടിപൊളി പാട്ട്, ഈ ഒരു ഇന്റർവ്യൂക്ക് പറ്റിയൊരു പാട്ട് ഞങ്ങളത് ആ പാടാം. റെഡി? 1 2 3 4. പൂത്തുമ്പി പാടുന്നോരോണപ്പാട്ടേറാം, പൂമാനത്താലോലം പൊന്നു ഞാലാടാം,
ഹേ ചെമ്പട കൊട്ടി കുമ്പിള് കുത്തി പൂമലയേറിടാം, പൊന്നണി മേഘപ്പന്തലിലായി താളം തുള്ളിടാം, തീരാത്തൊരാനന്ദമേകുന്നൊരാഘോഷ തീരത്ത് താരങ്ങളായി മാറിടാം, എല്ലാരും ചേരുന്നൊരുല്ലാസമേനേതമെല്ലാം മറന്നങ്ങ് കൂത്താടിടാം, വർണ്ണങ്ങളോലുന്ന പൊന്നാവണിക്കാലം നല്ലോണം പൊന്നോണം ഒന്നായി ചേരേണം, പുലിവേഷം കെട്ടാനും ഇലവട്ടമൊരുക്കാനും കളിവാക്കും കൂട്ടി മുറുക്കിയൊരുങ്ങി നടക്കാം മച്ചാനെ, തിരുവാതിരയാടാനും കളവാണികളാടാനും കസവാഴയുടുത്തൊരു മലയാളി കതിരാകു പെണ്ണാളെ, അത്തം പത്തോണം മുഴിമുത്തു കിളിങ്ങേണം, നീ പച്ചടി കിച്ചടി ഓലൻ പാലട സദ്യ കഴിക്കേണം, അത്തം പത്തോണം മൊഴിമുത്തു കിളിങ്ങേണം, നീ പച്ചടി കിച്ചടി ഓലൻ പാലട സദ്യ കഴിക്കണം, നന്നാനാനേ നന്നാനാനേനാ, ഏ നന്നാനാനേ നന്നാനാനേ നന്നാനാനേനാ, ഏ നന്നാനാനേ നന്നാനാനേ നന്നാനാനേനാ, ഏ നന്നാനാനേ നന്നാനാനേ നന്നാനാനേനാ. പക്ഷെ ഞാൻ വേറൊരു ആഗ്രഹം കൂടെ പറഞ്ഞോട്ടെ. ഇല്ല, ആഗ്രഹങ്ങൾ തീർന്നു. ഇല്ല, ആഗ്രഹം തീർന്നില്ല. ഗർഭിണി, അതുകൊണ്ട് എന്താ Oh my God. ഗർഭിണിക്ക് വേണ്ടിയുള്ള എന്താണ് അലുവ ഞാൻ കൊണ്ടുവന്നു. അല്ല, ഒരു സിനിമ അടിച്ചുപൊളി പാട്ടും കൂടെ കേൾക്കണം എനിക്ക്. സ്റ്റാർട്ട് ചെയ്തോ. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കരിമ്പഴയുള്ള കൂട്, പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കരിമ്പഴയുള്ള കൂട്, കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ, ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ, തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം, തൊന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം, തൊന്തനാനേന. നീ കേട്ടോ, ഈ കൂട്ടിൽ പെട്ടാൽ പിന്നെ നീലാകാശം കണ്ടോ ഇല്ലെന്നാരോ ചൊല്ലുന്നേ, കണ്ണാ കണ്ണാലി കള്ളത്താക്കോൾ തീർക്കും വെള്ളിപ്പക്ഷിക്കൊപ്പം നേരെ വെള്ളിൽ പാറുന്നേനും, മെരുക്കിയെ മെരുക്കിലാക്കി. ബാക്കി പറ. മനസ്സിലും ഒരു കൊതിയുണ്ടല്ലോ, നുഴഞ്ഞു കേറാതടച്ചു കെട്ടി ഇനി കനന്നൊരുക്കി നൽകും ഒരു സ്വർഗം, തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം, തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം, തുന്തനാനേന. അതെ അതെ, വളരെ ഹാപ്പിയാണ്. ആ കൊച്ചിപ്പോ ചവിട്ട് അവിടെ ഇവിടെ ചവിട്ട്, ഇവിടെ ഇങ്ങനെ കാലൊക്കെ കാണാം. ഞാൻ കാലൊക്കെ കാണാം കേട്ടോ. അപ്പൊ ഓണം വൈബ് എന്താ വൈബ് പിടിച്ചിട്ട് ഓണം ക്ലബ്ബ്. അതാണല്ലോ അവള് പറയുന്നതെന്ന് വെച്ചാൽ ഓണം വൈബുള്ള ഓണം ക്ലബ്. 5 പ്രാവശ്യം പറയും. അവള് പറഞ്ഞു വന്നതല്ല, ഓണം വൈബുള്ള ഓണം ക്ലബ് എന്ന സോങ് രാകേഷ് ബ്രഹ്മാനന്ദന്റെ മ്യൂസിക്കൽ ആൻഡ് രഞ്ജനി ജോസ് the one and only രഞ്ജനി ജോസ് ഹീറോയിൻ, ബാക്കി 2 കോമാളീസ് ഞങ്ങൾ. എല്ലാവരും കൂടെ ഉള്ള ഒരു വൈബ് സാധനം വന്നിട്ടുണ്ട്. ദയവായി പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേര് പറയൂ. ഓണം ക്ലബ്. 10 പോയിന്റ്. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.